ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗെയിൻ. ഐസൂരി ഇൻട്രോ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഓളെ ആഗ്രഹമില്ല നോക്കണം കൊടുത്ത്. പിന്നെ രാവിലത്തെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഓഫീസിൽ ഫോൺ നിർബന്ധമാക്കി വെക്കാൻ പറഞ്ഞു. സോ എൻ്റെ ഫോൺ അതിൽ പെട്ടു. ഉച്ചക്കാണ് ഫോൺ കിട്ടിയത്. അപ്പോൾ ഉച്ച മുതലൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാവിലെ ചോറ് തിന്നിട്ട് ഞങ്ങൾ എവിടുക്കാൻ പോകണമെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? സ്ട്രെസ് ആയതുകൊണ്ട് ഇവർക്കൊക്കെ ചായ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞമ്മക്കും സ്ട്രെസ്സാണ്. അപ്പോൾ ഞാനും പോയി. സ്ട്രെസ് ഈ കടികൾ കണ്ടപ്പോൾ സ്ട്രെസ്സിൻ്റെ ലെവൽ അങ്ങോട്ട് ഉയർന്നു. ചായ കൂടി 1-ൽ നിന്നും 2-ൽ നിന്നും 3-ലെ കടിയിലോട്ട് മാറി. ഷഹന കണ്ടോ ചിരിക്കണ്? ഏത് സുഖമില്ലാത്ത കുട്ടികളെ പോലെ നമുക്ക് ചെറിയ മന്ദപ്പുണ്ടോ ഇനി? ദെൻ ഞങ്ങളിവിടെ കടയിൽ ഇരുന്നപ്പോഴാണ് ഈ കടയുടെ തൊട്ടപ്പുറത്ത് സ്റ്റേ എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ. ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നല്ല ഡ്രസ്സ് കിട്ടും. ബോയ്സിൻ്റെതാണ്, പക്ഷേ ഗേൾസിനും പറ്റുമല്ലോ. അപ്പം അങ്ങനെയാണല്ലോ. രഹനക്ക് കടി വേണ്ടാന്ന് ഓള് ഫോണും കൂട്ടി കുടിച്ചോണ്ട് എന്ന് പറഞ്ഞു. എങ്ങനെ കുടിക്കണേ? അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയാണത് എന്ന്. ദെൻ ഷഹന 1 കടിയും കഴിഞ്ഞ് 2 കടിയും കഴിഞ്ഞ് 3 കടിയും കഴിഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഷഹന പോരാന്ന് പറഞ്ഞു അവിടുന്ന്. ഞാൻ ഫോർമാലിറ്റിക്കിന് കുറച്ച് ജ്യൂസ് വെച്ചു. അപ്പോൾ രഹന പറയാം അങ്ങനെ ഒന്നും വെക്കാൻ പാടില്ല എന്ന്. ഞങ്ങളതിൽ പൈസക്കായിട്ട് രഹനയാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ രഹന പറയാം ഓളെ ഡാഡിക്ക് റിസർവ് ബാങ്ക് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു കേട്ടോ. ഞങ്ങളോടൊക്കെ വീട്ടിലെത്തിയതിന് ശേഷം ഐസും ഞാനും കളിയിലോട്ട് ഇറങ്ങി. കാരണം മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ മടിയൊന്നും വിചാരിക്കണ്ട. ഒരു സമയത്ത് ഇനി ഓലെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെ ആവും. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ നമ്മളെ ചിറകിലൊന്നും ഒതുങ്ങാതെ പോവും. ഓരോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തേടി പോകുമ്പം നമ്മൾ ഒറ്റപ്പെടും. അപ്പോൾ എല്ലാ സമയം ഒരേറ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളോട് പറയുമോ കല്യാണം കഴിഞ്ഞതല്ലേ, മോളായില്ലേ, അല്ലെങ്കിൽ കുട്ടിയായില്ലേ, ഇനി എന്തിനാ തള്ളയായില്ലേ എന്ന്. അങ്ങനെയല്ല, എല്ലാവരുടെ മനസ്സിലും എപ്പോഴും ഒരു കുട്ടിയുണ്ട് അല്ലേ? നിങ്ങൾ മനസ്സിലങ്ങനല്ലേ? അപ്പോൾ ഞാൻ ഓളും കുറച്ച് നേരം ഊഞ്ഞാലാടി. അപ്പോൾ ഉള്ളോട് വെച്ച് ഫുട്ബോൾ കളിക്കാൻ കൂടും ഉമ്മയെന്ന്. അപ്പോൾ ഞാൻ എന്താട്ടീം അതിനോട് കൂടി. പിന്നെ ഇതിങ്ങനെയൊക്കെ ഇറങ്ങാൻ അവൾക്ക് ഉഷാറാണ്. പക്ഷെ വീട്ടിൽ വിളിച്ചാൽ പിന്നെ ഓള് കയറില്ല. അതാണ് ഓളെ വിഷയം. അങ്ങനെ മരുപ്പിൻ്റെ നേരായി ഓള് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓള് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഓളെ പരിപാടിയിലോട്ട് ഇറങ്ങി ഓള്. ഒരു ബോക്സ് ഞാൻ കൊടുത്ത്. പിന്നെ കരഞ്ഞ 2ാമത്തെ ബോക്സ് ഓള് മേടിച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇവളിത് നിർത്താതെ പുറപ്പാടല്ല എന്ന്. മേലെ കഴുകാൻ വിളിച്ചിട്ട് വരുന്നുമില്ല. അതിന് തെറ്റി കിടക്കുകയാണ് ഓള്. അങ്ങനെ മേലേക്ക് കഴുകി ഞങ്ങൾ ഉറങ്ങാൻ പോകാം. ബൈ.